गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै ശ്രീഗുരവേ നമഃ. സ്വാമി വിരജാനന്ദൻ വളരെ ഉയർന്ന ക്രമത്തിലുള്ള സന്യാസിയായിരുന്നു. അദ്ദേഹം ഒരു മികച്ച പണ്ഡിതനും ലോകത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിന്ന ആളുമായിരുന്നു. 100 വയസ്സ് പ്രായമുണ്ടെങ്കിലും ദീർഘദൂര യാത്രകൾ നടത്താൻ അദ്ദേഹം ഇപ്പോഴും യോഗ്യനാണ്. ഗംഗയുടെ മറ്റേ കരയിലുള്ള കാശിയിലെ ദശാശ്വമേധ ഘട്ടിൽ വളരെക്കാലം അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിച്ചു. സദ്ഗുണനും ബുദ്ധിമാനും ആയതിനാൽ ശാസ്ത്രങ്ങളിൽ വൈദഗ്ധ്യം ഉള്ളവനും എളിയവനുമായ അദ്ദേഹത്തിന് വർഷങ്ങളായി നിരവധി അനുയായികളുണ്ട്. ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുമ്പ് ബാബയുടെ ദിവ്യാവതാരത്തെക്കുറിച്ച് കേട്ട അദ്ദേഹം 1970-ൽ 20ഓളം അനുയായികളുമായി പുട്ടപർത്തി സന്ദർശിച്ചു. അവിടെ അദ്ദേഹം 20 ദിവസം ചെലവഴിച്ചു. സാധാരണയായി ഭഗവാന്റെ ലീലകൾ അവഗണിക്കാനാവില്ല. ചില സമയങ്ങളിൽ അവ വളരെ വിചിത്രങ്ങളാണ്. ഏറ്റവും വലിയ ദർശകരെയും മുനിമാരെയും അവ വഴിതെറ്റിക്കുന്നു. ഹിന്ദു പുരാണങ്ങളിൽ ഇതിന് എണ്ണമറ്റ ഉദാഹരണങ്ങളുണ്ട്. സ്വാമി വിരജാനന്ദന് സമാനമായത് സംഭവിച്ചു. പ്രശാന്തി നിലയത്തിൽ 20 ദിവസം ചെലവഴിച്ച ശേഷം ബാബ ഒരു അവതാരമാണെങ്കിൽ അദ്ദേഹം വിദേശികൾക്കും സമ്പന്നർക്കും വേണ്ടി മാത്രമാണെന്ന നിഗമനത്തിലെത്തി. ദൈവത്തിൻ്റെ ഒരു അവതാരം എപ്പോഴും സ്നേഹത്തിൻ്റെ ആൾരൂപമായിരിക്കും. ധനികരെയും ദരിദ്രനെയും തമ്മിൽ വേർതിരിക്കാൻ പാടില്ല. ഞങ്ങൾ ഇപ്പോൾ 20 ദിവസമായി ഇവിടെയുണ്ട്. ഞങ്ങൾ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും ചോദിക്കാൻ പോലും അദ്ദേഹം മെനക്കെട്ടില്ല. ഇല്ല, അദ്ദേഹത്തിന് പ്രേമസ്വരൂപനാകാൻ കഴിയില്ല. ഈ ബോധ്യത്തിൽ ഉടൻ തന്നെ സ്ഥലം വിട്ട് അവർ പുട്ടപർത്തിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ധർമ്മവാരത്തിൽ ചെലവഴിച്ചു. ഇരുട്ട് വീണപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ വന്ന് പറഞ്ഞു, സ്വാമിജി, ഇപ്പോൾ എന്നോടൊപ്പം പുട്ടപർത്തിയിലേക്ക് വരണമെന്ന ദയാപൂർവമായ അഭ്യർത്ഥനയോടെയാണ് ഭഗവാൻ ബാബ എന്നെ താങ്കളുടെ അടുത്തേക്ക് അയച്ചിട്ടുള്ളത്. സ്വാമി നിന്ദ്യമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല. അദ്ദേഹം ധനികൻ്റെ ദൈവമായിരിക്കാം, പക്ഷേ അദ്ദേഹം തീർച്ചയായും ഞങ്ങളുടേതല്ല. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു, പക്ഷേ തീർച്ചയായും അദ്ദേഹം അങ്ങനെയല്ല. കാരണം ദയയും സ്നേഹവും അദ്ദേഹത്തിൽ നിന്ന് അകലെയാണ്. എന്നാൽ സന്ദർശകൻ നിർബന്ധിച്ച് സ്വാമിയെ കൂട്ടിക്കൊണ്ടുപോയി. സ്വാമി വിരജാനന്ദ പ്രശാന്തി നിലയത്തിലെത്തിയ ഉടനെ ഭഗവാൻ അദ്ദേഹത്തെ മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. മുറിയിൽ പ്രവേശിച്ച് ബാബയുടെ മുന്നിൽ പരാതികൾ നിരത്താൻ ആഗ്രഹിച്ച നിമിഷം അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യമായി പറഞ്ഞു, ആദ്യം എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. അത്താഴം കഴിഞ്ഞ് സ്വാമി പ്രഭുവിന് എതിർവശത്ത് ഇരുന്നു. അപ്പോൾ ബാബ വലതു കൈ തുറന്ന് കൈപ്പത്തി കാണിച്ചു. സ്വാമി അതിൽ നോക്കിയതേയുള്ളൂ. പരിഭ്രാന്തനായി വിയർക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞെട്ടലും വിസ്മയവും നിറഞ്ഞു. ചോദിക്കാനൊന്നും ബാക്കിയില്ല. സ്വാമി ഭഗവാന്റെ കൈപ്പത്തിയിൽ സ്വന്തം ആശ്രമവും അനുയായികളുടെ വലിയ കൂട്ടവും കണ്ടു. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ വ്യക്തമായി പറയുന്നത് കേട്ടു, സ്നേഹം, സ്നേഹം, സ്നേഹം. എന്താണ് സ്നേഹം? 5 മുതൽ 7 വരെ കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ചുറ്റും മറ്റ് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടുമ്പോൾ ഇത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭവനം ഉപേക്ഷിച്ചിരിക്കാം, പക്ഷേ ഇപ്പോൾ ഒരു ആശ്രമമായി വർത്തിക്കാൻ കഴിയുന്ന കുറച്ച് ചെളിക്കുടിലുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ആശങ്കാകുലനാണ്. ആത്മസാക്ഷാത്കാരമാകുന്ന ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അനുയായികളിലും ആ കുടിലുകളിലുമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യം. അത് പ്രേമമല്ല, മറിച്ച് ശക്തിയാണ്. കാമമല്ല, സ്നേഹമാണ് ജീവിതത്തിൻ്റെ സാരം. സ്നേഹം എന്ന പദം ഉപയോഗിക്കേണ്ടത് ഭക്തിയോടും ദൈവത്തോടുള്ള സ്നേഹത്തോടും കൂടിയാണ്, അല്ലാതെ ആഗ്രഹവും താൽക്കാലിക പ്രശസ്തിയും സംബന്ധിച്ചല്ല. സ്വാമിയുടെ ഒരു ജീവിതകാലത്തെ അനുഭവമായിരുന്നു ഇത്. ഇതുപോലെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ആരും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. സ്വാമി ഉടൻ തന്നെ പ്രഭുവിൻ്റെ കാൽക്കൽ വീണു. ഒരു മന്ത്രദീക്ഷ നൽകി അനുഗ്രഹിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിച്ചു. എന്നാൽ പ്രഭു മറുപടി പറഞ്ഞു, മന്ത്രങ്ങൾ നൽകുന്നത് ഒരു യഥാർത്ഥ വിദ്യാർത്ഥിക്ക് മാത്രമാണ്. സന്യാസി ഈ സൂചന ഹൃദയത്തിലെടുത്ത് താഴ്മയോടെ പോകാൻ അനുവാദം ചോദിച്ചു. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ. സ്വാമി വിരജാനന്ദൻ വീണ്ടും ഇരുന്നു. ആ നിമിഷം അദ്ദേഹത്തിന് ഉറക്കം തോന്നി. വീണ്ടും ഉറക്കമുണർന്നപ്പോൾ പുട്ടപർത്തിക്ക് പകരം ധർമ്മവാരത്തിലെ സ്വന്തം മുറിയിലായിരുന്നു. സ്വാമി തീർത്തും ആശ്ചര്യപ്പെട്ടുപോയി. ഒരു ചുവട് പോലും വെക്കാതെ ആ 40 കിലോമീറ്റർ ദൂരം 1 സെക്കൻഡിനുള്ളിൽ എങ്ങനെ അദ്ദേഹം യാത്ര ചെയ്തു? ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പ്രഭുവിൻ്റെ പാദപത്മങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആ ഓർമ്മ തന്നെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. കാരണം ഒരു അവതാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഉപനിഷത്തുകൾ പറയുന്ന കാര്യവും അദ്ദേഹം ഓർമ്മിച്ചു. ശ്രീ സത്യസായി ബാബ സംശയലേശമന്യ ദൈവമാണെന്ന് അദ്ദേഹത്തിന് തീർച്ചയായി.
അദ്ദേഹം കാശിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ എല്ലാ അനുയായികളെയും ഒരുമിച്ച് വിളിച്ച്, എൻ്റെ തികഞ്ഞ അജ്ഞതയിൽ ഞാൻ നിങ്ങളെ എൻ്റെ അനുയായികളാക്കുകയും എന്നെ ഒരു ഗുരു എന്ന് വിളിക്കുകയും ചെയ്തു. എന്നാൽ വാസ്തവത്തിൽ ദൈവം മാത്രമാണ് യഥാർത്ഥ ഗുരു. നമുക്ക് ഭാഗ്യമുണ്ട്. ബ്രഹ്മൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും ഇല്ലാതാക്കുന്നവനും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളും ഞാനും നാം എല്ലാവരും അവിടുന്ന് മാത്രം നമ്മുടെ ഏക ഗുരുവായി സ്വീകരിക്കുക. അദ്ദേഹം അനുയായികളോടും ആശ്രമത്തോടും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ഒപ്പം കർശനമായ സന്യാസ ജീവിതം നയിച്ചു. അദ്ദേഹത്തിൻ്റെ ലാളിത്യവും ഉജ്ജ്വലമായ ഭക്തിയും ശ്രദ്ധയിൽപ്പെടാതെ പോയില്ല. കാരണം 1982 ഭഗവാൻ അദ്ദേഹത്തെ പ്രശാന്തി നിലയത്തിലേക്ക് വിളിക്കുകയും നരനാരായണ ഗുഹ ആശ്രമം കണ്ടെത്തി തപസ് ചെയ്യാൻ അയച്ച സംഘത്തിലെ അംഗമായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. കടപ്പാട് പുസ്തകം, സായിബാബയും നരനാരായണ ഗുഹ ആശ്രമവും.